എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സമാധാനപരമായ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോകത്തിലുള്ള ഒട്ടനവധി രാജ്യങ്ങളും സമാധാനപ്രിയരാണ്, സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചില നേതാക്കന്മാർ, ലോക നേതാക്കന്മാർ, അവർക്കെന്ത് പ്രഖ്യാപനങ്ങളും നടത്താം, അവർക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. ഇതിനെല്ലാം ആധാരമാകുന്നത് അവരുടെ സാമ്പത്തിക ശക്തിയും മറ്റുള്ള ടെക്നിക്കൽ ശക്തിയും എല്ലാം ഉള്ളവരാണ് കൂടുതലും ലോകത്തിന് അശാന്തി പരത്തുന്നവരായി കാണപ്പെടുന്നത്. പരസ്പരം മത്സരിക്കുക, പരസ്പരം പോരാടുക, പരസ്പരം പരാജയം ഏറ്റുവാങ്ങുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇവർക്കറിയാം. ആരെത്ര ജയിച്ചാലും അതിൻ്റെ ഒരു മറുഭാഗമെന്ന് പറയുന്നത് അത് പരാജയത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നാം ഒരിക്കലും മനുഷ്യനെ കൊന്നൊടുക്കി, മനുഷ്യനെ നശിപ്പിച്ച് അശാന്തി പരത്തി ആരെങ്കിലും ജയിക്കാൻ ശ്രമിച്ചാൽ അവർ ജയിക്കുമായിരിക്കും, പക്ഷേ അവർ ശരിക്കും തോൽക്കുകയാണ്. കാരണം അതിൻ്റെ എൻഡ് റിസൾട്ട് പരിതാപകരമായിരിക്കും. നമുക്ക് കാണാം, റഷ്യയിലോട്ടൊന്ന് നോക്കുക. അവിടെ വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. ലെനിൻ, സ്റ്റാലിൻ, ഇങ്ങനെയുള്ള പല വലിയ നേതാക്കന്മാർ വളരെ ശക്തിമാന്മാരായിരുന്നു. അവർ വിചാരിച്ചത് എല്ലാം നടത്തി തീർത്തവരായിരുന്നു. അവസാനം അവരുടെ സ്റ്റാച്യൂസ്, അവരുടെ ശിലകൾ തകർത്ത് ആ സ്ഥാനം, അവരുടെ ശിലകൾ തകർന്ന് തരിപ്പണമാക്കുകയായിരുന്നു ജനം ചെയ്തത്. ഈ ജനത്തിന് വേണ്ടിയായിരുന്നു പല രക്തച്ചൊരിച്ചിലുകളും നടത്തി പല രാജ്യങ്ങളും പല രീതിയിൽ ഡെവലപ്പായെങ്കിൽ തന്നെയും അവർക്ക് നേതൃത്വം കൊടുത്ത ആര് തന്നെയും ഇന്ന് ലോകത്തിൽ നല്ലവരെന്ന് പറയാറില്ല. അത് ലെനിനായിരുന്നാലും സ്റ്റാലിനായിരുന്നാലും മുസോളിനി ആയിരുന്നാലും ഹിറ്റ്ലർ ആയിരുന്നാലും അങ്ങനെ പല നേതാക്കന്മാർ, ഈദമീൻ, ഇവരൊക്കെ എല്ലാം അവരുടെ സമയത്ത് അവർ രാജാക്കന്മാരായിരുന്നു. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പാവപ്പെട്ടവരെ പലതിനും ഉപയോഗിച്ച് അവരുടെ സാമ്രാജ്യം അവർ ശക്തിപ്പെടുത്തി. അവർക്കൊന്നും പിൽക്കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ശക്തികളെ ഇപ്പോൾ ആരും മുന്നോട്ട്, ഇന്നത്തെ പുതിയ തലമുറ നെപ്പോളിയനെക്കുറിച്ചോ ഹിറ്റ്ലറെക്കുറിച്ചോ നല്ല അഭിപ്രായമൊന്നും അവർക്കുണ്ടായിട്ടില്ല. അവർ അവരുടെ ശക്തി തെളിയിക്കാൻ അവരുടെ രാജ്യത്തെ കുരുതി കൊടുത്തു. അവരുടെ പട്ടാളത്തെ വച്ച് മറ്റു രാജ്യങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളുണ്ടാക്കി, അശാന്തി പരത്തി. ഇവരെക്കുറിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങൾ നല്ലത് പറയില്ല. അവരെക്കുറിച്ച് മോശമായി അവർ ചിന്തിക്കുള്ളൂ. ഇവരുടെ പേരും പറഞ്ഞ് ഇന്നും പല പാർട്ടിക്കാർ ഈ ലോകത്തുണ്ട്. അവരുടെ പലരും, ഞാൻ ആ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല, നാണക്കേടാണ്. ഇറ്റ് ഈസ് എ ഷെയിംലെസ്. ആ പാത തുടരുന്ന ഇന്നും പല രാജ്യത്തും, നമ്മുടെ ഈ കേരളത്തിനുമുണ്ട്, ആ പാത തുടരുന്ന അതേപോലെ നേതൃത്വ സ്ഥാനം. ഇവരുടെ ശിലകളെല്ലാം ഇവിടെ എന്നും കാണുമെന്നൊക്കെ നമ്മൾ കാണുന്നല്ലോ. പല മുക്കിലും പലരുടെയൊക്കെ ശിലകളുണ്ട്. അവർ ഈ രാജ്യത്തിന് പ്രധാനമായിട്ടൊന്നും ചെയ്തിട്ടില്ല.
സത്യസന്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ ഈ രാജ്യത്തിൽ, ഈ ലോകത്ത് തന്നെ ഉണ്ടാകും. അതാർക്കും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ രക്തച്ചൊരിച്ചിലുകൾ നടത്തി ഒരു സ്ഥാനം ഉറപ്പിച്ചവരല്ല. കഠിനാധ്വാനം ചെയ്ത് പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങളോടൊപ്പം ജീവിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവരെ നല്ല വഴിക്ക് നയിക്കാൻ ശ്രമിച്ചവരാണ്. അല്ലാതെ കുറച്ച് പാവപ്പെട്ടവരെ ഒന്നിച്ചുകൂട്ടി ഒരു പട്ടാള യൂണിഫോമും കൊടുത്ത് കുറച്ച് തോക്കും കൊടുത്ത് അവരെ യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ട് എല്ലാവിധ രക്തച്ചൊരിച്ചിൽ ആഭാസതരങ്ങൾ കാട്ടിക്കൂട്ടി അവസാനം അവരുടെ ശിലകൾ രാജ്യത്ത് പല ഭാഗത്തും സ്ഥാപിച്ച് അവരങ്ങ് യാത്രയായി. അവർ മരണപ്പെട്ടു പോയി. പക്ഷെ അവർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ വിചിത്രമായിരുന്നു, സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഇങ്ങനെയുള്ളവരെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. നാണക്കേടാണ് അവരെക്കുറിച്ച് പറയാൻ തന്നെ. അവരുടെ ചെയ്തികളെ വാനോളം പുകഴ്ത്തി ആ പേരും പറഞ്ഞ് രാജ്യം ഭരിച്ച പലരെയും നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഭരണാധിപന്മാരെ സഹിക്കേണ്ടി വരുന്നു. ഇവരൊക്കെ തന്നെയാണ് ഇവരിന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ പോഴത്തരങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് പാവം പിടിച്ച തൊഴിലാളികളാണ്. അവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ജോലിക്ക് വരെ വിടാതെ വെറും സമരങ്ങൾ മാത്രം നടത്തി ഉച്ചക്കഞ്ഞിക്ക് ഒരു കഞ്ഞി കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇല്ല, ആ സമരവീര്യം കാണിച്ച് അവരത് ഇഞ്ചക്ഷൻ ചെയ്ത് അവർ ഒന്നുമില്ലാതാക്കി സമരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അതിൻ്റെ ലീഡറായിരുന്നവർ മണിമന്ദിരങ്ങളിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആ ഒരു ചീഞ്ഞു നാറിയ സംവിധാനങ്ങൾ ഇന്നും നമ്മുടെ ഈ രാജ്യത്ത്, ഈവൻ കേരളത്തിലും നടക്കുന്നുണ്ട്. സോ ദയവ് ചെയ്ത് നാം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നാളെ ഈ നേതാക്കന്മാരുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിച്ചെറിയും. കുഞ്ഞുങ്ങൾ അത് ഓർക്കാൻ ശ്രമിക്കില്ല. അത് കാരണം നാം എന്ത് ചെയ്താലും നാം ഇന്നലകളിലെ ശരിയും തെറ്റും നാം മനസ്സിലാക്കുക. അതിലൂടെ ആയിരിക്കണം ഇനിയുള്ള നമ്മുടെ പുതിയ കാൽവയ്പും പല പ്രവർത്തനങ്ങൾക്കും നാം തുടക്കം കുറിക്കേണ്ടത്. ഇന്നലെ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നല്ലതിന് നല്ലതായും മോശമായ അനുഭവങ്ങളെ മോശമായും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് തുറന്ന് കാണിച്ചു കൊടുക്കണം. അവരെങ്കിലും സമാധാനമായി ജീവിക്കേണ്ടതാണ്. നല്ലൊരു ജീവിതം അവർക്ക് കാഴ്ചവെക്കണമെങ്കിൽ നാം അനുഭവിച്ച നമ്മുടെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്നലകളിൽ ഈ രാജ്യത്തെ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ നേതാക്കന്മാരെക്കുറിച്ചുള്ള കഥകളും പറഞ്ഞു കൊടുക്കണം. ഇത് ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ നാളത്തെ നല്ല പൗരന്മാരായി നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകും. ഒരിക്കൽ കൂടി പറയുന്നു, ലോകം അശാന്തിയിലാണ് ഇപ്പോൾ, സമാധാനത്തിലല്ല. മത്സരങ്ങൾ രാജ്യങ്ങളുമായി മത്സരിക്കുന്നു. ഓരോരുത്തരുടെ ശക്തി തെളിയിക്കാൻ മത്സരിക്കുന്നു. ഓരോ രാജ്യത്തിനും അവർ ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നല്ലതാണ്. പക്ഷേ ഒന്നാം സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ള ഓരോരോ
സംവിധാനം ലോകത്തിനുണ്ടാകരുത്, അതുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ ഒരു സന്ദേശം എല്ലാ കുട്ടികളിലും എത്തിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ EK തുമ്പക്കാരൻ.